അപ്പം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഞാൻ കെമിസ്ട്രി പഠിച്ചതിൻ്റെ ഗുണം എൻ്റെ ഉള്ളിലുണ്ടെന്നും അത് അതെനിക്ക് പ്രവർത്തിക്കാനുള്ളൊരു കഴിവുണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞ ദിവസമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു ഇലയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ ഇലയപ്പം ഉണ്ടാക്കി ആദ്യം അത് ശരിയായി, പിന്നെ അപ്പം അതിൻ്റെ അടിയിൽ പിടിച്ചു, വെള്ളമില്ലാതെ ആ ഇഡ്ഡലിക്കൂട്ടത്തിൻ്റെ അടിയിൽ പിടിച്ചിട്ട് കരിക്കട്ടയായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടാണ് വിനാഗിരി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട മാറിയിട്ട് നല്ല രീതിയിലുള്ള ഒരു പാത്രമായിട്ട് നമുക്ക് കിട്ടും എന്നൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെ ഇന്ന് രാവിലെ ഒരു 6 മണിക്ക് ഇട്ടിട്ട് അത് വർക്കായില്ല. ഒരു 8 മണി വരെ ഞാൻ വെച്ചു, എന്നിട്ട് അത് വർക്കായില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് കെമിസ്ട്രി പഠിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്ന രാസപ്രവർത്തനങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ കടന്ന് ഓടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തു. ഞാനൊരു നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ഇവിടെ ബേക്കിംഗ് സോഡ ഇല്ല, അപ്പം ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതെടുത്ത് കുറച്ച് നേരം കിട്ടും. അത് ഇട്ടപ്പോഴത്തേക്കാണ് എൻ്റെ ഇവിടെ രാസപ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയത്. കാര്യം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് ആ പാത്രം, ഇങ്ങനെയാണ് ആ പാത്രത്തിൻ്റെ അവസ്ഥ ഇരിക്കുന്നത്. അതായത് എൻ്റെ ഒരു സൈഡിൽ നിന്ന് അത് നല്ല രീതിയിൽ ഇളകി വരുന്നുണ്ട്. ഇത് ഇനി നമ്മൾ എത്ര നേരം വെച്ചാലാണ് ഇത് വർക്കാവുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല. അതിനൊരു എന്നൊരു ശബ്ദം അതിനകത്ത് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ രാസപ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വർക്കായി തുടങ്ങി. ഇത്രയും കെമിസ്ട്രിയിലേക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് സയൻസ് വല്ലതും എടുത്തേ. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. ഒരു 1000 തവണ ഞാൻ പോയിട്ടുണ്ട് 10ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ട്. അപ്പം ഇത്ര കെമിസ്ട്രിക്ക് എനിക്ക് ഇത്ര അറിവുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് വർക്കാവും നോക്കാം. വർക്കാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്കായി വരുന്നുണ്ട്. ഒരു സൈഡ് ഇത്രയും വർക്കായി, അങ്ങനെ ബാക്കിയും കൂടെ ആകും. അപ്പോൾ ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാക്കി വീഡിയോ വിട്ട് തരാം. ബാക്കി വീഡിയോ നമ്മൾ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കരിക്കട്ട പിടിച്ച പാത്രങ്ങളൊക്കെ ഇഡ്ഡലിക്കൂട്ടം നല്ല വേറെ എന്തായാലും പുട്ടുകുറ്റി ആയാലും ഇങ്ങനെ ഇതായി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. എന്തൊക്കെയാണ്? വിനാഗിരി ഒഴിക്കണം, പിന്നെ ഉപ്പിടണം, നാരങ്ങാനീര് ഒഴിക്കണം, ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ പട്ടമണി എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് രാസപ്രവർത്തനം സംഭവിച്ച് ശരിയാവും. ഓക്കെ, താങ്ക് യു.